റംദാനായിട്ട് നമ്മളടുക്ക് നല്ലൊരു ഗസ്റ്റ് വന്നു. എപ്പോ പോയിച്ചേ? എന്താക്കിട്ട് പാലുടിച്ചോണ്ട് പോന്ന്? ഇതിന്റെ ഭാഗത്തുവാ കളറല്ലേ? പാല് കുടിക്കുന്നില്ലേ? പ്രഗ്നന്റ് എനിക്ക് എന്താ റൂം വേണ? ഡെലിവറിക്ക് റൂം വേണ? കണ്ണ് നോക്കിയ മാഷാ അല്ലാ. റൂം വേണ നിനക്ക്? റൂം വേണ നിനക്ക്? എന്താ വന്ന? എന്ത് വേണ്ട? ചിക്കൻ വേണ? ചിക്കൻ തോന്നുന്നില്ല. അല്ല പാല് കുടിച്ചിട്ടാലോ? വെള്ളം വേണന്ന്. അല്ല ഈ പാല് വേണ്ടോ? ഈ പാല് ഒഴിച്ചിട്ടില്ല. നീ പാല് പൂച്ചക്കാ കൊടുന്നേ? അത് ശരി. ഞാൻ ചോക്ക് കുടിക്കാന് ഇവിടെ വലിയ പാലെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നേ. പൂച്ചക്കൊണ്ടതാ. നമ്മളെ പൂച്ച എന്നല്ല അറിയോ? ഇതിങ്ങനെ നടക്കുന്ന പൂച്ച. ആരോ ഇങ്ങനെ വിട്ടിന്. പക്ഷെ നമ്മളത്തേക്ക് വരുന്ന എപ്പോഴും പിള്ളേർ പാലെല്ലാം കൊടുക്കുന്ന അങ്ങനത്തെ ഒരു പൂച്ച. പാവം പൂച്ച. നിനക്ക് റൂം വേണ? ആര് ഗേറ്റിന്റെ അടുത്ത്? ആ പാലില് മറിക്കാതെ പാല് മറിച്ചിട്ടല്ലേ എടുക്കണ്ടേ? പക്ഷോ എടാ അങ്ങ് മറിക്കി ചെടിക്കാ മറിക്കുന്ന എന്ത് കാറ്റ്. ചെടിക്ക് വെള്ളയ്ക്കും വെള്ളം ആറ് തോന്നിയോ? അല്ല കാറിന്റെ ഉള്ളിലാ? നമുക്ക് ഇന്നലെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടാ കിച്ചണിൽ എന്താണ് ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ ചെറിയതായിട്ടുണ്ടാകാൻ മാത്രം ഉണ്ടാക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ കുറച്ച് തരീൻ്റെ ഫിർണിയില്ല, റവ വെച്ചിട്ട് ഒരു ഫിർണി ഉണ്ടാക്കില്ലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ തരിക്കഞ്ഞെല്ലാം ഉണ്ടാക്കില്ലേ, അതിൻ്റെ കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കും. ഇത് ഒന്ന് കുറുക്കിയിട്ട് നല്ലോണം ഇതാക്കിയിട്ടുണ്ടാക്കും, കുറച്ചധികം റവ ഇട്ടിട്ട്. അപ്പോൾ മിൽക്ക് മേഡിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും പിന്നെ പാലും തേങ്ങാപ്പാലും എല്ലാം ഇട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് എല്ലാം ഉണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റാണ് തിന്നാൻ. കുറച്ച് ഫ്രിഡ്ജിലെല്ലാം വെച്ച് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ മക്കളും ഇത് തിന്നേല. അപ്പോൾ പകുതി ആൾക്കാർക്ക് ഇത് വേണ്ട, പകുതി ആൾക്കാർക്ക് മുത്താറിൻ്റെതാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ എല്ലാവരും നോമ്പ് തുറക്കാനും ഉണ്ടാകുന്നുമില്ല ഇന്നലെ. അങ്ങനെ കുറച്ചിങ്ങനെ ഇതുണ്ടാക്കി. പിന്നെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഉണ്ടായിന്. അപ്പോൾ കുറച്ചല്ല, കുറച്ച് അധികം തന്നെ ഉണ്ടായിന്. നോമ്പല്ലേ, ആരും രാവിലെ ഒന്നും തിന്നാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ കറിയെല്ലാം അങ്ങനെ ബാക്കിയായി പോലെ. അപ്പോൾ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ഇത് ഉണ്ടാക്കി അമീസ് പൊടീൻ്റെ ഇങ്ങനെ ഉരുളുണ്ടാക്കിയിട്ട് പിന്നെ അത് അതിലേക്കിട്ടാൻ കോഴിക്കടമ്പില്ലേ, അതാവുമല്ലോ. അങ്ങനെ കുഞ്ഞിപ്പത്തിരി എന്നെല്ലാം പറയുന്നത് അതുണ്ടാക്കി. അങ്ങനെ അത് പെട്ടെന്നാവുമല്ലോ. അങ്ങനെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. അങ്ങനെ കുറേ പണിയൊന്നും നമുക്ക് നോമ്പുറക്കാനുണ്ടായിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ച് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴത്തേക്കിന് ഇക്ക വരുമ്പോഴത്തേക്കിന് എല്ലാം കൊണ്ടുവന്നേനെ. ഇങ്ങനെ ആക്കിയാൽ പെട്ടെന്ന് പണിയും തീർന്നല്ലോ, കറി വെക്കാനൊന്നും ഉണ്ടായിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ടിട്ടനെ അങ്ങനെ സിമ്പിളായിട്ട് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുണ്ടായതാണ്. എണ്ണക്കടിയൊന്നും വേണ്ട അതങ്ങനെ വിചാരിച്ചിട്ട് നിന്നെങ്കിലും നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കിന് എന്തെന്നറിയില്ല അങ്ങനെ എത്തും. ഇക്കാക്ക് എന്താ പറഞ്ഞാൽ മക്കളിലെ നോമ്പ് തുറക്കുമ്പോൾ ഒന്നും ഇല്ലാതായി പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷനാണ്. നമ്മൾ തിന്നാത്തത് എന്നല്ല ഇക്ക വിചാരിക്കുന്നത്, മക്കൾക്ക് ഇല്ലാതായി പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കെല്ലാം കൊണ്ടുവന്നതിന്. അങ്ങനെ നോമ്പ് തുറക്കുമ്പോഴത്തേക്കിന് എല്ലാം റെഡിയായിന്. എണ്ണക്കടിയെല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിന്. അപ്പോൾ ആണ് പിള്ളേരെല്ലാം പള്ളിയിലാണ് നോമ്പുറക്കാൻ പോയത്. ഷാർജ പള്ളിയിലാണ് നോമ്പുറക്കാൻ പോയത്. കസിനും എല്ലാം ഉണ്ടായിന്. അങ്ങനെ ഓരോന്നിച്ച് പോയി. അതൊരു ഇതല്ലേ, ഒരു എന്താ പറയുന്ന രസമല്ലേ പിള്ളേർക്ക് അങ്ങനെ ഒന്നിച്ച് നോമ്പുറക്കാൻ. നമ്മൾ ഒരു പ്രാവശ്യം പോക്കുണ്ട് അബുദാബി പള്ളിയിലോ ഇല്ലെങ്കിൽ ഷാർജ പള്ളിയിലോ ഒരു ദിവസം പോക്കുണ്ട്. ചക്കപ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. നൈലായിൻ്റെ ഇല്ലേ നോമ്പ് ഞാനന്ന് പോയിച്ചേന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ടായിന്. ഞാൻ തിന്നാൻ കൊടുത്തിരുന്നു. ഒന്നരയാ ഞാനാ പോയിച്ച നിന്റെ നോമ്പ്.
അത്താഴത്തിനുള്ള കറിയെല്ലാം വറവെല്ലാം റെഡിയായി. നമ്മൾ അത്താഴം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഒരു ഗോതമ്പ് കഞ്ഞിയും ഇങ്ങനത്തെ എന്തെങ്കിലും തോരനും അങ്ങനെയെല്ലാം വെച്ചിട്ട് അങ്ങനെ നോമ്പ് തുറക്കലെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഇതായെല്ലാം ഒരുക്കി വെക്കുന്നുണ്ട്. ബാക്കിയതെല്ലാം അങ്ങനെ വെച്ചിട്ട് മക്കൾ നോമ്പ് തുറക്കാൻ പള്ളിയിലും അല്ലേ പോയത്. അങ്ങനെ പിന്നെ വന്നിട്ട് അവർക്ക് ലുലുവിൽ പോകാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ പോയിട്ടൊന്നുമില്ല. അങ്ങനെ അന്നു ഇന്നു പിന്നെ അഷറും അങ്ങനെയെല്ലാം പോയിട്ട് വരുമ്പോൾ കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നേനെ. പിന്നെ വെള്ളമെല്ലാം കൊണ്ടുവരാനുണ്ടായി നമുക്ക്. അങ്ങനെ പിള്ളേർ വരുമ്പോഴത്തേക്കിന് പൂച്ചയെ ഒന്നിച്ച് തന്നെ വന്നിന്. ഗേറ്റ് തുറന്നാൽ അത് ഉള്ളിലേക്ക് തന്നെ വരുന്നത്, നമ്മളടുത്തേക്ക് തന്നെ വരുന്നത്. പിള്ളേർ എന്തെങ്കിലും കൊടുക്കുന്നില്ലേ, പാല് വെള്ളം അങ്ങനെയെല്ലാം കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായി രാത്രി വന്നില്ലല്ലോ, നീ പോരയില്ലേ ഒരു കറിവൂട്ടിനാ? ഇങ്ങനെ ഇതിന്റെ പേരാളില്ല. ഒരു തല്ലാവര് കൊടുക്കും. ഇല്ല ആരെങ്കിലും ആ കുടുംബക്കാരാ? അപ്പൊ അല്ല ഫസ്റ്റ് ഇവിടെ ആരുമില്ല പൂച്ചയൊന്നും. അതിലൊന്നും വന്നല്ലോ, ഇത് ഉള്ളിൽ നിന്നാ വന്നത്. നോക്ക് നോക്ക് അങ്ങോട്ട്, പുറത്തുനിന്ന് വന്നല്ല, പുറത്തുനിന്ന് വന്നതല്ല. അനക്കുണ്ടായില്ലേ പപ്പ അനക്കുമ്പോഴേക്ക്? അല്ല പേടിച്ച് ഞാനില്ല, ഞാൻ പോന്നില്ലേ, ഞാൻ നിക്കുന്നില്ല. അങ്ങനെ കുറേ നേരം വളക്കുസൃതിയെല്ലാം നോക്കിയിരിക്കുന്നതിന് നമ്മളവിടെ ഒരു ഡോളുണ്ടല്ലോ നൈലാൻ്റെ, അത് കാണിച്ചിട്ടാണ് കനക്കുമ്പോൾ അത് പേടിച്ചിനിങ്ങനെ. അത് കുറേ നേരം അമ്മേനോട് തന്നെ കളിച്ചു. രാത്രി നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കളിയെല്ലാം. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗേറ്റിൽ നിന്ന് പുറത്താക്കിനെ. കാരണം വേറെ ആളെ പൂച്ചയല്ലേ, നമ്മളതല്ലല്ലോ അത്. പക്ഷേ എവിടെയും പോക്കൊന്നുമില്ല, നമ്മളടുത്ത് തന്നെ അത് വരുന്നത്. എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ മക്കളൊന്നിച്ച് തന്നെ ഉണ്ടാവും. എന്തും അറിയില്ല, മക്കളെ ഭയങ്കര ഇഷ്ടമാണ് അതിന്.